ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. പ്രതി PP ദിവ്യ മാത്രമെന്നും മരണകാരണം യാത്രയപ്പ് PP ദിവ്യ നടത്തിയ അധിക്ഷേപം എന്നുമാണ് കുറ്റപത്രത്തിലുള്ളത്. പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതും PP ദിവ്യ തന്നെ എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുക. അരുൺ പൂപ്പർബ വിവരങ്ങളും ചേരുന്നു. അരുൺ, ഈ സംഭവത്തിന് പിന്നിലുള്ള ഒരു ഗൂഢാലോചനയെ പറ്റിയൊക്കെ കുറ്റപത്രത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി ആ ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുക തുടങ്ങിയുള്ള ഗൂഢാലോചന കൂടി ഈ കുറ്റപത്രത്തിൽ കുറച്ചുകൂടി വിശദമായി കേരളത്തിന് അറിയാൻ കഴിയുമോ അരുൺ? ഹാഷ്മി, കുറ്റപത്രത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PP ദിവ്യയുടെ യാത്രയപ്പ് ചടങ്ങിൽ ADM ആയിരുന്ന നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചത് ആസൂത്രിതമാണ് എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അത് നേരത്തെ കൂട്ടി ഉറപ്പിച്ച് അത് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി പ്രാദേശിക ചാനലായിട്ടുള്ള കണ്ണൂർ വിഷനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷമാണ് PP ദിവ്യ ഈ ചടങ്ങിലേക്ക് എത്തുന്നത്. അതിനുശേഷം അവിടെ ഈ യാത്രയപ്പ് ആ ചടങ്ങിൽ ആ പ്രസംഗത്തിൽ നവീൻ ബാബുവിനെതിരെ അധിക്ഷേപം നടത്തുന്നു. ആ ദൃശ്യങ്ങൾ PP ദിവ്യ തന്നെ ഈ പ്രാദേശിക ചാനലിനോട് വാങ്ങി പിന്നീട് PP ദിവ്യ തന്നെയാണ് പ്രചരിപ്പിച്ചത് എന്ന് അതിലൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ PP ദിവ്യ മാത്രമാണ് പ്രതി, മറ്റ് പ്രതികളില്ല എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. നേരത്തെ ഈ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്ന ഇതിൽ കൂടുതൽ ഗൂഢാലോചന നടന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് കൂടുതൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ TV പ്രശാന്തൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെക്കെതിരെ ഉൾപ്പെടെ ഈ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തിൽ ഈ PP ദിവ്യ മാത്രമാണ് പ്രതി. ദിവ്യ നടത്തിയ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായാണ് നേരത്തെ ഈ കളക്ടറോട് ഈ പരിപാടിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഈ പരിപാടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുടെ സ്റ്റാഫിനെ ആവർത്തിച്ച് ഈ PP ദിവ്യ വിളിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആസൂത്രിതമായി ഈ ചടങ്ങിലെത്തി ഇത്തരമൊരു അധിക്ഷേപം നവീൻ ബാബുവിനെതിരെ നടത്തി. ആ അധിക്ഷേപത്തിൽ മനംനൊന്താണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്, മരണം സംഭവിച്ചത് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. അപ്പോഴും ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഈ നടന്ന ആസൂത്രണത്തിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഈ കുറ്റപത്രത്തിൽ അത്തരം പരാമർശങ്ങളില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കുറ്റപത്രം സമർപ്പിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ TV പ്രശാന്തൻ ഈ കൈക്കൂലി നവീൻ ബാബു വാങ്ങി എന്ന് ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് ആദ്യം അത്തരം വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് ആ പരാതി പോലും വ്യാജമാണെന്ന് കണ്ടെത്തുകയും ഈ പരാതി ആർക്കോ വേണ്ടി വ്യാജമായി സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ഈ കേസിലെ പ്രതിക്ക് വേണ്ടി വ്യാജമായി സൃഷ്ടിച്ചതാണെന്നുള്ള കണ്ടെത്തലുകൾ റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തലങ്ങളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പിന്നീട് രൂപീകരിച്ച പ്രത്യേക SITയുടെ അന്വേഷണം പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കുറ്റപത്രത്തിൽ ആ രീതിയിലുള്ള പരാമർശങ്ങളില്ല. 2 തവണ ഈ വിവാദമായ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള TV പ്രശാന്തൻ്റെ മൊഴിയെടുത്തിരുന്നു. അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ തലങ്ങളിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഈ വിജിലൻസിന് പരാതി നൽകിയിരുന്നു എന്ന വാദമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിൽ വിജിലൻസ് ഡയറക്ടറേറ്റ് തന്നെ അതിൽ വ്യക്തത വരുത്തി. വിജിലൻസിന് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള വാദങ്ങളും ഇതിൽ ഈ പ്രതിയെ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന ആരോപണം വെറും വ്യാജാരോപണം മാത്രമാണ് എന്ന് നേരത്തെ പൊളിഞ്ഞു. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ പലതവണ നടത്തിയ അന്വേഷണത്തിൽ ഇല്ലാന്ന് കണ്ടെത്തി. വിജിലൻസിന് എന്തോ അന്വേഷണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതി അവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പൂർണ്ണമായി കെട്ടിച്ചമച്ചൊരു പരാതിയാണ് എന്ന കാര്യം വ്യക്തമാകുന്നു.